പത്തനംതിട്ട ചെറുകോൽ പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകനെ ആൾക്കൂട്ട വിചാരണ നടത്തി അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് എം വർഗീസിനാണ് മർദ്ദനമേറ്റത്. തൊടുപുഴ സ്വദേശികളും പ്രാദേശിക CPM പ്രവർത്തകരുമായി ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. CPM ആരോപണം തള്ളി. പിന്നെ ഇവിടെ കണ്ട നീര് കയ്യിലൊക്കെ ചുണ്ട് കണ്ട ചുണ്ടിൽ വേണ്ട വിവരങ്ങളുമായി നന്ദുഷയുണ്ട്. നന്ദുഷ, എന്താണ് ഈ മർദ്ദനത്തിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമാണോ? എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? ഈ തൊടുപുഴ സ്വദേശികളും ഈ കോൺഗ്രസ് നേതാവുമായ എം വർഗീസും തമ്മിൽ ഒരു വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തർക്കങ്ങൾ രൂപപ്പെട്ടിരുന്നു. ഈ തർക്കത്തിന്റെ ഭാഗമായാണ് എം വർഗീസിന്റെ വീട് തേടി തൊടുപുഴ സ്വദേശികൾ എത്തിയത്. അവർ ഈ പത്തനംതിട്ടയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പ്രാദേശിക CPM നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. എം വർഗീസിനെ കൈകാര്യം ചെയ്യുന്ന കാര്യമടക്കം ഇവർ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് തൊടുപുഴ സ്വദേശികൾ പത്തനംതിട്ടയിലെ ചെറുകോൽ പുഴയിലേക്ക് എത്തുന്നത്. അതിനുശേഷം CPM പ്രവർത്തകരുമായി വർഗീസിനടുത്തേക്ക് എത്തുകയായിരുന്നു. പിന്നീടാണ് വർഗീസിനെ കൂട്ടം കൂടി വിചാരണ ചെയ്യുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും നിലവിൽ വർഗീസ് പരിക്കേറ്റ് അല്ലെങ്കിൽ ഗുരുതരമായ മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിലാണ്. അതുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ആൾക്കൂട്ട വിചാരണയാണ് നടന്നത്. പോലീസ് ഇടപെട്ട് തീർക്കേണ്ട ഒരു സംഭവത്തെയാണ് പ്രാദേശിക പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തൊടുപുഴ സ്വദേശികളും ചേർന്ന് തീർപ്പാക്കാൻ ശ്രമിച്ചത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഹരി.